നിരഞ്ജന അമ്മാളുമായി കൂടുതൽ അടുക്കുന്നത് ഫൈസിക്ക് ഇഷ്ടമാകുന്നില്ല. അർച്ചന തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും. 14 ദിവസത്തിനകം പണം മുഴുവൻ തരണമെന്ന് വിശ്വനാഥൻ രാജപ്പനോട് പറയുന്നു. പലിശക്കാരൻ ചതിക്കുന്നതോടെ രാജപ്പന്റെ 15 ലക്ഷം രൂപ നഷ്ടമാകുന്നു. തന്റെ കുഞ്ഞിനെ തനിക്ക് വളർത്തണമെന്ന് നിരഞ്ജനയോട് ആഗ്രഹം പറയുന്ന അമ്മാളു അർച്ചനയുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് പ്രസവത്തിന് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുന്ന കാർത്തിയായനി അമ്മാളുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ദിവസങ്ങൾ അടുത്ത് വരുംതോറും മനസ്സിനൊരു ഭയവാ ചേച്ചി. കുഞ്ഞമ്മയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അർച്ചന ജോലി സ്ഥലത്തെത്തി രേവതിയെ ശല്യപ്പെടുത്തുന്ന സജി. വീട് വിൽക്കാൻ രാജപ്പൻ തീരുമാനിക്കുന്നു. അർച്ചനയെ സൂക്ഷിക്കണമെന്ന് കാർത്തിയായനി ചന്ദ്രികയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് കൊണ്ട് തനിക്കൊരു പ്രയോജനവുമില്ലെന്ന് സുധി. വേദനയെടുത്ത് പുളയുന്ന അർച്ചനയെ ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടാക്കാത്ത കാർത്തിയായനി നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ടാണ് അവളെ സ്നേഹിക്കുന്നതെന്ന് ഇനിയെങ്കിലും അർച്ചനയോട് ശ്യാമളയ്ക്കും മക്കൾക്കുമുള്ള സ്നേഹം തിരിച്ചറിയുന്ന രാജപ്പൻ ആ പാവം പെണ്ണിനെ പഴിക്കാതിരിക്കെങ്കിലും ചെയ്യും. അമ്മേ, ദേ മാമൻ വന്നു. കുറച്ച് അരി സാധനങ്ങളും കൊണ്ടുവരുമെന്ന് അനിയൻ വിളിച്ച് പറഞ്ഞിരുന്നു. നിങ്ങളാരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങിപ്പോ. നീ കൊള്ളാലോടി. എന്താ നിന്റെ പേര്? നിന്റെ മക്കളാണോ ഇതൊക്കെ? നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? പിന്നെ നീ അങ്ങ് പറയാനും ഞാനങ്ങ് പോവാനും. എന്നാ പിന്നെ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരേണ്ട കാര്യമുണ്ടോടി? രണ്ടു പെറ്റതാണെന്ന് നിന്നെ കണ്ടാ പറയില്ലോടി. രാത്രി വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. നിന്ന് ചിലക്കാതെ മുമ്പിന്ന് മാറി. സുഖാനോടി നിനക്ക്? എന്നാടി പ്രസവം? ഇറങ്ങടാ പുറത്ത്. ഞാനിപ്പോ വിളിച്ച ആളെ കൂട്ടും. എന്നാ വിളിക്കടി. നീ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടും. അവരോട് ഞാൻ പറഞ്ഞോളാം. പക്ഷേ ഇവളേതാണെന്ന് നീ അവരോട് പറയണം. എന്താടി, നിനക്ക് മറുപടി ഇല്ലേ? എനിക്ക് പറയാൻ മറുപടി ഉണ്ട്. പറഞ്ഞു കൊടുക്കടി ഞാൻ നിന്റെ ആരാണെന്ന്. എന്റെ പെണ്ണ ഇവള്. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്തയാടി ഞാൻ. കാർത്തിയാനി എന്നെപ്പറ്റി നിന്നോടൊന്നും പറഞ്ഞില്ലേ? എടി പറഞ്ഞില്ലേന്ന്? ഇല്ല, നിങ്ങൾ എനിക്കറിയില്ല. ആ, അതെന്റെ കുറ്റമാണോടി. ഞാനാടി ചെവള രാഘവൻ. എന്റെ കാശും വാങ്ങിയാ നീ ഇവിടെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നേ. കാർത്തിയാനി തരുന്ന കാശേ എന്റേതാടി. ആ മിണ്ടരുത്, മിണ്ടരുത്. ആ ഇപ്പൊ മനസ്സിലായോടി ഞാൻ ആരാണെന്ന്? എനിക്ക് കാർത്തിയാനിയെ ഒന്ന് വിളിക്കണം. അവള് പറഞ്ഞിട്ടാണോ ഞാനിങ്ങോട്ട് വന്നത്? അല്ലല്ലോ. നിക്കടി അവിടെ. എന്റെ കാശ് വാങ്ങിയിട്ട് ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. അതെ, നീ ഇവിടെ കിടന്നാലൊന്നും ശരിയാവത്തില്ല. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്താടി നിന്ന് മോങ്ങുന്നേ? ഈ പേരൊക്കെ അവിടെ ചെന്നിട്ട് മതി. കാർത്തിയാനി വരാതെ നിങ്ങൾ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. ചൂലേ, ചെവളയോടാണോ നിന്റെ കളി? വേണ്ടി വന്നാൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. വഴിയുടെ ഒച്ചെടുത്ത കൊന്നുകളെ ഞാൻ. കുറെ മോഹിച്ചു കളി നിന്നെ. ഇനി നിന്നെ കൈവിട്ട് കളഞ്ഞ ചെവള ഒന്നും അല്ലാതായി പോകും. ഇവളുടെ പേരെടുക്കാൻ എനിക്കറിയാടി.
പറഞ്ഞാ കേൾക്കില്ലല്ലേ? എഴുന്നേറ്റ് ചവിട്ടി കൊന്നോളെ ഞാൻ. ആ, വടി. അയ്യോ ചേച്ചി ഇങ്ങോട്ട് വരാൻ. കേറ്. രക്ഷിക്കണേ, എന്നെ വിട്. ആ, അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ ചേച്ചി. അർച്ചനെ, അർച്ചനെ, അർച്ചനെ എന്ത് പറ്റി? അർച്ചനെ, അയാളെവിടെ? ആര്? ചെവള. ഏത് ചെവള? അയാൾ ഇവിടെ എവിടെയോ നിപ്പുണ്ട് ചേച്ചി. എന്നെയൊക്കെ കൊടുക്കല്ലേ. നീ ദുസ്വപ്നം കണ്ടതാ മോളെ. ഈശ്വര, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. അയാള് വരും. ഇവിടെ ഒരുത്തനും വരില്ല, ഞാനല്ലേ പറയുന്നത്. ഓരോന്ന് ചിന്തിച്ചു കിടന്നിട്ടാ. നീ ആരെ സ്വപ്നം കണ്ടത്? അത് ചേച്ചി, എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഇപ്പൊ തരാം. ദാ, കുടിച്ചോ. ഇനി കിടന്നു. ലൈറ്റ് അണയ്ക്കുന്നില്ല കേട്ടോ. കിടക്ക്. ആരാ? എന്താ? ഡ്രൈവർ രാജപ്പന്റെ ഇവിടെ അല്ലേ ഇത്? അതെ. അവനകത്തുണ്ടോ? അങ്ങേര് ഇവിടെ ഇല്ലല്ലോ. എന്താ കാര്യമെന്ന് വെച്ചാ നിങ്ങൾ പറ. പറയാനൊന്നുമില്ല, കാണിക്കാനാ ഉള്ളത്. കേറി നോക്കടാ. നിക്കവിടെ. മാറി നിൽക്കാൻ. ഇങ്ങോട്ട് മാറണേ. അമ്മേ, ഇവിടെയൊന്നുമില്ല. വാ. എന്റെ മക്കള്. അയ്യോ, ആ, എവിടെയാണ് നിന്റെയൊക്കെ തന്റെ രാജപ്പൻ? ചേച്ചി, നീ ആരാടാ? ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന്. ഹാ, എരിവുള്ളായിട്ടാണല്ലോ നീ. ഇങ്ങോട്ട്. അമ്മേ, അമ്മേ, അവിടെയെങ്കിലും ആരുമില്ല. അകത്ത് കയറി നോക്കടാ. ഇവിടെ ആരും ഇല്ല. എന്താക്രമാ നിങ്ങളെ അയാളെ കാണിക്കുന്നത്? കിട്ടാതെ ഞങ്ങൾ പോവില്ല. അങ്ങേര് ഇവിടെ ഇല്ല. ആഹാ, ഒന്ന് പോടാ. ഇവിടെ അയാളെ കാണാനില്ല. പിടിക്കടാ ഇവിടെ വരെ. ഇങ്ങോട്ട് പാടി വെച്ചേ. ഇതാരുടെ വണ്ടിയാണെന്ന് അറിയാൻ വയ്യല്ലോ. എന്റെ മക്കള്. ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? ആരാണോ നീക്ക്? കൈ വിടറോ? വിടാനാ പറഞ്ഞേ. വീട് കയറി പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകുന്നു. ഇതോടെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടില് എന്ത് അക്രമം കാണിക്കാതെ. ശ്യാമളെ, പിള്ളേരെ പിടിച്ചിട്ട് ഇവന്മാരുടെ കാര്യം ഞങ്ങളേറ്റു. ആശാൻ പോലീസിനെ വിളിക്ക്. ആ, ആരാണോ നീക്ക്? വരട്ടാതെ പോടോ. വിടക്കറി കളിച്ചാലേ ഒരുത്തനും തിരിച്ചു പോകത്തില്ല. ഇത് സ്ഥലം വേറെയാ. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ. നീ ഒന്നും പുറലോകം കാണത്തില്ല. എന്തിനാണ് രായപ്പന്റെ വീട്ടിൽ കയറിയേ? വാങ്ങിയ കാശ് തിരിച്ചു പിടിക്കാൻ ഇതുപോലെ പലതും ചെയ്യേണ്ടി വരും. ആ, ഇപ്പൊ നിങ്ങളെ അയച്ചത് ആരാന്ന് മനസ്സിലായി. ആ SP അല്ലേ? ചെല്ലേ, നിങ്ങളെന്ന് അവരോട് പറഞ്ഞേക്ക്. ഇവിടെ നടക്കത്തില്ലേ ഈ പണിയൊന്ന്. ഓടോ, എന്താ കാണാനാ നിൽക്കുന്നേ? ഹലോ. ആ സർ, വന്ന് വണ്ടി കയറാ. അതെ, അവനെ ഞങ്ങൾ പിന്നെ എടുത്തോളാം. ഓ, അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. കേറല. അതെ, ഇതുപോലെ ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ കാലുകുത്തിയ വിവരം അറിയും. അത് നിന്നെ ഇങ്ങോട്ട് അയച്ചോനോട് പറഞ്ഞേക്ക്. എടുത്തോട്ട് പോടാ. എടുത്തോട്ട് പോടാ. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലെന്നേ. അതൊക്കെ രാജപ്പനായിട്ടുള്ള അല്പം കാശിന്റെ ഇടപാടാ. എല്ലാം പറഞ്ഞു തീർത്തു. ഓക്കെ, ശരി, വലിയ ഉപകാരം. ഇതൊക്കെ ഈ നാട്ടുകാർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വണ്ടി എടുത്തോണ്ട് പോടാ. രായപ്പന് ഇവിടെ ഇല്ലാതെ പോയത് അവന്റെയൊക്കെ നല്ല സമയം. അതെ അതെ. അവരിനി വരില്ല, നിങ്ങൾ പേടിക്കണ്ടെന്നേ. എല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നുവാ. അകത്ത് കിടന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിഞ്ഞു. അതൊക്കെ ഞങ്ങൾ എടുത്തു വെക്കാം. ശ്യാമളെ കുട്ടികളെ ആശ്വസിപ്പിക്കും. അവരാരാ എന്താന്നൊന്നും അറിയില്ല. പിള്ളേരുടെ അച്ഛനെ അന്വേഷിച്ചാ വന്നത്. ഞങ്ങളെ പട്ടാപ്പകൽ പിടിച്ചോണ്ട് പോകാന്ന് വെച്ചാ നിങ്ങളെ അവര് കൊണ്ടുപോകത്തൊന്നുമില്ല. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വന്നതാ. അവരാരാന്ന് മനസ്സിലായോ? രാജപ്പനെ
SP യുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കിട്ടാതെ വന്നപ്പോ ഒന്ന് പേടിപ്പിക്കാൻ വന്നതാ. ഇവിടെ കയറി വന്ന് നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. ധൈര്യമായിട്ടിരിക്കേ. വാച്ചർ വാ, നമുക്ക് ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാം. ദൈവശിക്ഷ കിട്ടി തുടങ്ങി മക്കളെ. തിങ്കളാഴ്ച കുഞ്ഞിനെ നിങ്ങളുടെ കൈ കിട്ടും. ഇത് പറയാനാ നിങ്ങളെ ഞാൻ വിളിച്ചത്. എന്നവളുടെ സിസേറിയൻ തിങ്കളാഴ്ച തന്നെയാ. അപ്പൊ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടൂ. സിസേറിയൻ കഴിഞ്ഞാൽ ഉടൻ കുഞ്ഞിനെ നിങ്ങൾക്ക് തരും. പിന്നീടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കണം. ഹോസ്പിറ്റലിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകില്ല. കുഞ്ഞിനെ ജെയിംസ് പുറത്തെത്തിച്ചു തരും. ഫൈസി, ഒരു ചോരക്കുഞ്ഞിനെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിരഞ്ജനയ്ക്ക് വേണ്ടത് ഒരു ചോരക്കുഞ്ഞിനെയല്ലേ? നിങ്ങൾ കുഞ്ഞിനെ മറ്റൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. പ്രസവത്തിൽ അമ്മ മരിച്ചുപോയാൽ കുഞ്ഞ് ജീവിക്കില്ലേ? ഫൈസി, അപ്പൊ അമ്മാളു? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മാളുവിന് എന്ത് സംഭവിക്കുന്ന കാര്യം നിരഞ്ജന മറന്നേക്കും. അവളുടെ കാര്യത്തിൽ നിരഞ്ജനയ്ക്ക് ഒരു റോളുമില്ല. കാര്യങ്ങൾ എന്റെ കൺട്രോളിൽ നടക്കൂ. അത് നിരഞ്ജന മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു നവജാത ശിശുവിന് ഏറ്റവും നല്ല കെയർ കിട്ടുന്ന ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടെത്തണം. അത് കണ്ടുപിടിക്കാം. നിങ്ങൾ കുഞ്ഞിനെ അവിടെ എത്തിച്ചാൽ മാത്രം മതി. കുഞ്ഞിന്റെ കാര്യം പിന്നെ അവര് നോക്കിക്കോളും. പിന്നെ ശ്രുതിക്ക് സിംഗപ്പൂരിലേക്ക് പോകാൻ എത്ര ദിവസമുണ്ട്? ഒരു 2-3 ആഴ്ച സമയമുണ്ട്. ഏറിയാൽ ഒരാഴ്ച. അതിൽ കൂടുതലൊന്നും കുഞ്ഞുമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരില്ല. മാസം തികഞ്ഞു തന്നെ സിസേറിയൻ നടത്തുന്നത്. അതുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യനിലയെപ്പറ്റി ഒരു പേടിയും വേണ്ട. കുഞ്ഞുമായി നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോകുന്നു. സുധിക്ക് 2 ആഴ്ച അവിടെ കഴിയാനും പറ്റും. എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് ഒത്തുവരികയാണ്. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. നിരഞ്ജന ഒരമ്മയാവാൻ പോകുന്നു. നീ വീണ്ടും വന്നോ? ആ വഴിക്ക് പോയെന്ന് കരുതി സമാധാനിച്ചിരുന്നതാ ഞാൻ. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് കൂടി ചേച്ചി കേൾക്കണം. മറ്റുള്ളവർ എത്തുന്നതിന് മുമ്പ് ഞാൻ വന്നത് അതിനു വേണ്ടിയിട്ടാ. നീ പറയുന്നത് ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന് പോയി തന്നാ മതി. ചേച്ചിക്ക് എന്നെ പറഞ്ഞു വിടാം. ചേച്ചിയെ പോലെ ഞാനും ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് ആരെയും പേടിച്ചിട്ടോ പറ്റിച്ചിട്ടോ ഒന്നുമല്ല. കുറഞ്ഞ വിലയ്ക്കൊരു വീട് കിട്ടിയതുകൊണ്ട് മാത്രമാ. നിന്നെ പോലീസ് പിടിച്ച കാര്യം അവൻ പറഞ്ഞതോ? അത് സത്യമാ. മെഷീന്റെ ഫുഡ് റെസ്റ്റ് ഒടിഞ്ഞപ്പോഴാ പുതിയതൊരെണ്ണം വാങ്ങാനായി ഞാൻ ആ മോതിരവും കൊണ്ട് പോയത്. ചേച്ചി ഒന്നുകൂടി അറിയണം. പ്രണയം നടിച്ച് എനിക്ക് ആ മോതിരം തന്നത് അവനാ. അവന്റെ അമ്മ വിളിച്ചിട്ടാ ഞാൻ അവന്റെ വീട്ടിൽ പോയത്. അവന്റെ സ്നേഹം സത്യമാണെന്ന് ഞാൻ കരുതി. എനിക്ക് അവനൊരു ഫോണും തന്നു. വിവാഹം കഴിക്കാനല്ല അവന്റെ ലക്ഷ്യം എന്നറിഞ്ഞപ്പോ ഞാൻ പിന്മാറി. പിന്നീടാ അവന്റെ ശരിക്കുള്ള മുഖം ഞാൻ കണ്ടത്. ഒരു ചുരിദാറിന്റെ കാര്യം അവൻ പറഞ്ഞില്ലേ? അവന്റെ വീട്ടിൽ വെച്ച അതവൻ എനിക്ക് തന്നത്. എന്നിട്ട് ഡ്രസ് ചെയ്ത് വരാൻ അവൻ എന്നെ നിർബന്ധിച്ചപ്പോ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ആ മുറിയിൽ അവൻ മൊബൈൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവന്റെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങാതിരുന്നപ്പോ അതിലെ വീഡിയോ വെച്ച് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ ചേച്ചിയോട് ഞാൻ എല്ലാം പറഞ്ഞു. ചേച്ചിയാ അവന്റെ വലയിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. ആ വീഡിയോ ഇപ്പൊ അവന്റെ കയ്യിലുണ്ടോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. അവന്റെ വീട്ടിൽ ചെന്ന് ചേച്ചി അത് പിടിച്ചു വാങ്ങി. അവന്റെ ചെകിട്ടത്തടിക്കുകയും ചെയ്തു. ചേച്ചി സ്ഥലത്തില്ലെന്നറിഞ്ഞ അവൻ വീണ്ടും ശല്യം ചെയ്യാൻ വന്നത്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ നിഴല് പോലും ഞാൻ കാണില്ലായിരുന്നു. ഞാനീ പറഞ്ഞതിൽ ഒരു കള്ളവും ഇല്ല ചേച്ചി. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ വീണ്ടും ചേച്ചിയുടെ അടുത്ത് വന്നത്. ചേച്ചിക്ക് എന്നെ വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ പോവാം. രേവതി, നിക്ക്. നീ ഒരു പെണ്ണല്ലേ. നിന്നെ ഞാനല്ലാതെ വേറെ ആര് വിശ്വസിക്കാനാ? ചെന്നിരുന്ന് ജോലി ചെയ്യേ. ചെല്ലേ.
കുട്ടികൾ ഇനിയും വന്നില്ലേ ചേച്ചി? അവര് വരാറാവുന്നതേ ഉള്ളൂ. നിനക്ക് മോനാ. അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? വയറ് കണ്ടാലറിയാം. എന്റെ വയറ് കണ്ടിട്ട് 2 തവണയും പെൺകുട്ടിയാന്ന് അമ്മ പറഞ്ഞത്. നിനക്ക് ആൺകുട്ടിയാ. എന്റെ വിശ്വാസം അതാ ചേച്ചി. വീട്ടിലായിരുന്നപ്പോ രേവതി അമ്പിളിയും പറയുമായിരുന്നു, നമ്മൾ 3 പെൺകുട്ടികൾക്കിടയിൽ വരാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന്. നീ കുഞ്ഞിനെ എങ്ങനെ വളർത്തും? കുഞ്ഞുമായിട്ട് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. നിന്റെ ചിറ്റപ്പൻ കുഞ്ഞിനെ ഏതോ SP-ക്ക് കൊടുക്കാനല്ലേ നടക്കുന്നത്? വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ചേച്ചി. ഞാൻ പ്രസവിച്ച് കുഞ്ഞിനെ SP-ക്ക് കൊടുക്കാന്ന് സമ്മതിച്ചിട്ടാ ചിറ്റപ്പൻ പ്രസവിക്കാൻ സമ്മതിച്ചത്. കുഞ്ഞിനെ അവർക്ക് തന്നെ കൊടുക്കുമെന്നാ കുഞ്ഞമ്മയും കരുതുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്ന. എന്തായാലും കുഞ്ഞിനെ വളർത്താൻ നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് ചെന്ന് നിൽക്കാൻ വേറൊരു സ്ഥലവും ഇല്ല. കാർത്ത ചേച്ചി മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. ചേച്ചി എന്നെയും കുഞ്ഞിനെ സംരക്ഷിക്കും. അതിനുള്ള ധൈര്യം ചേച്ചിക്കുണ്ട്. നിനക്ക് കാർത്തിയാനിയെ വലിയ വിശ്വാസമാണല്ലേ? എനിക്ക് വിശ്വസിക്കാൻ വേറെ ആരാ ചേച്ചിയുള്ളത്? കാർത്തിയാനിയുടെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ചന്ദ്രി ചേച്ചി മുമ്പ് എന്നോടത് ചോദിച്ചിട്ടുണ്ട്. ആരുമില്ലാത്ത എനിക്ക് വേണ്ടി ഒരാൾ ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് ആർക്കും തോന്നിപ്പോവും. സത്യം പറഞ്ഞ നിന്നോട് കൂടുതൽ അടുത്തപ്പോ എന്റെ മനസ്സിലെ വിഷമം പ്രസവം കഴിഞ്ഞാലുള്ള നിന്റെ കാര്യം ഓർത്താ. ഈ ചെവളയാരാ? അയാളുടെ പേര് പറഞ്ഞല്ലേ നീ സ്വപ്നത്തിൽ കരഞ്ഞത്? അത് ചിറ്റപ്പൻ എനിക്ക് വേണ്ടി ആലോചിച്ച ആളാ. കാർത്ത ചേച്ചിയാ അയാളെ കൊണ്ടുവന്നത്. പ്രസവം കഴിഞ്ഞ് എന്നെ അയാൾക്ക് കൊടുക്കാന്ന് കാർത്ത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നീ എങ്ങനെ കാർത്തിയാനിയെ വിശ്വസിക്കും? ഇപ്പൊ എനിക്കൊന്നും അറിയില്ല ചേച്ചി. മനസ്സിനൊരു ധൈര്യമുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവം എനിക്ക് വഴി കാണിച്ചു കൊണ്ട് പോകുന്ന പോലെ തോന്നും. ചില അനുഭവങ്ങൾ അങ്ങനെയാ ചേച്ചി. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പേടിയില്ലാതാവും. ശിക്ഷിക്കാൻ വന്നവരൊക്കെ രക്ഷിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. സമയമാവുമ്പോ ആരെങ്കിലും വരും ചേച്ചി എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ. കുറച്ചുനാൾ കഴിഞ്ഞാ ഞാനിവിടെ നിന്ന് പോവും. പക്ഷേ ചന്ദ്രി ചേച്ചിയും മക്കളെയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ മറക്കില്ല. ഇങ്ങോട്ട് പോരുമ്പോ ഇത്രയും സ്നേഹം കിട്ടുമെന്ന് കരുതിയതല്ല. കുത്തുവാക്ക് മാത്രം പറയുന്ന ഒരാളുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ള വിചാരത്തോടെയാ ഞാൻ വന്നത്. എന്നെങ്കിലും ഒരിക്കൽ നല്ല നിലയിൽ നിന്നെ കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു കാലം ദൈവം എനിക്ക് തന്ന ഞാൻ വീണ്ടും വരും ചേച്ചി. നീ ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. അന്ന് തന്നെ മൂന്നാറിലേക്ക് പോകാനാണോ നിങ്ങളുടെ പ്ലാൻ? അതിന് കഴിയില്ലമ്മേ. തിങ്കളാഴ്ച സിസേറിയൻ കഴിഞ്ഞ ഉടൻ കുഞ്ഞിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകളൊക്കെ ഫൈസ് ചെയ്തു കഴിഞ്ഞു. കുഞ്ഞിന്റെ ആരോഗ്യനില അറിഞ്ഞു മാത്രമേ മൂന്നാറിലേക്ക് പോകുന്ന കാര്യം തീരുമാനിക്കാൻ കഴിയൂ. ഞാൻ ആലോചിക്കുന്നതേ കുഞ്ഞിനെ നമുക്ക് എറണാകുളത്തെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയല്ലോ എന്ന്. ആ, ഞാനിത് നിങ്ങളോട് പറയാനിരിക്കായിരുന്നു. ഇവിടത്തേക്കാൾ സേഫ് എറണാകുളത്താ. അവിടെ നിന്ന് മൂന്നാറിന് പോകാനും എളുപ്പമാണ്. പിന്നെ ഡേറ്റ് തികഞ്ഞ ഡെലിവറി അല്ല നടക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ നല്ല കരുതൽ വേണം. ഫൈസിയുടെ സുധി ഈ കാര്യമൊന്നും സംസാരിക്കുക. ഈ സിറ്റിയിൽ
നമ്മളെ അറിയുന്ന പല ആളുകളും ഉണ്ട്. കുഞ്ഞുമായി ഇവിടെ നിൽക്കുന്നത് അപകടമാ. നിങ്ങളോടൊപ്പം ഞാനും വരാം. അത് വേണ്ട, എനിക്ക് പോകാൻ 2 ആഴ്ച കൂടിയുണ്ട്. ഞാനും നിരഞ്ജനയും തിങ്കളാഴ്ച മൂന്നാറിലേക്ക് പോയെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ അമ്മ ഇവിടെ ഉണ്ടാവണം. ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വന്നെന്ന് പറഞ്ഞാ ആരാ വിശ്വസിക്കാത്തത്? ഇപ്പം അതിനുള്ള സമയമല്ല. കുഞ്ഞിനെ എനിക്കും കാണണം. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാ. അത് ഞാൻ പോയിട്ട് മതി. അല്ല, നീ എന്നെ വിലക്കേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. നിരഞ്ജനയും കുഞ്ഞിനെയും മൂന്നാറിലെത്തിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. ഇവിടെ നിന്നാവും ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുന്നത്. ഇക്കാര്യത്തിലും എന്റെ പ്ലാനിങ് നടക്കൂ. അമ്മയെ നിരഞ്ജനു ഇതിൽ ശാഠ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ ബുദ്ധിമാനളിയ. നാട്ടുകാരെ അവൻ വിവരറിയിച്ചു കഴിഞ്ഞു. സംഗതി പന്തികേടാവെന്ന് കണ്ടപ്പോഴാ ജോണി എന്നെ വിളിച്ചത്. ഞാൻ കയറി പോരാൻ പറഞ്ഞു. ആരെ പേടിച്ചിട്ട് അവനൊക്കെ തിരിച്ചു പോകുന്നത്? ഇതിനു വേണ്ടിയാണോ അവനെയൊക്കെ അങ്ങോട്ട് അയച്ചത്? അളിയൻ അവിടെ പോകാഞ്ഞിട്ട് ആ സ്ഥലത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാവാത്തത്. പുറത്തു നിന്നാർക്കും റോസ്മലയിൽ കയറി ഒന്നും ചെയ്യാനാവില്ല. രാജപ്പൻ നാട്ടുകാരെ കയ്യിലെടുത്തു കഴിഞ്ഞു. അവന്റെ കുടുംബത്തിൽ കയറി അതിക്രമം കാണിക്കാനും പറ്റില്ല. രാജപ്പന്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു വാങ്ങാനുള്ള പ്രതീക്ഷ ഇനി വേണ്ട. പണത്തിന് വേണ്ടിയാണോ നമ്മളിതൊക്കെ ചെയ്തത്? ഒന്ന് ഭയപ്പെടുത്താനല്ലേ? ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവനെ ഏതെങ്കിലും കേസിൽ കുടുക്കുക എന്ന് മാത്രം. അതുകൊണ്ട് എന്ത് പ്രതികാരം നമ്മൾ ചെയ്യുന്നത്? അവൻ 4-5 വർഷം അകത്ത് കിടക്കും. നല്ല സമ്പാദ്യം ബാങ്കിലുണ്ട്. അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്ക് നടരാജന്റെ ഉപദേശം വേണ്ട. ഞാൻ എന്ത് മനസ്സിൽ കണ്ടിട്ടുണ്ടോ അത് ചെയ്തിരിക്കും. നിങ്ങളുടെ അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നതാ നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്താ അമ്മ പറയുന്നേ? ഈ നാട് ഉപേക്ഷിച്ചു പോകുന്നതാ നല്ലത്. നിങ്ങളുടെ അച്ഛൻ തിടുക്കം കാണിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? വലിയൊരു തുക തന്നിട്ട് അവരടങ്ങിയിരിക്കില്ല. അവരെ ചതിച്ചതാണെന്നും കൂടി അറിഞ്ഞ പിന്നെ പൊറുക്കില്ല. എന്റെ പേടി നിന്നെ ഓർത്ത. നീ ജോലിക്ക് പോകുന്ന വഴിക്ക് അവര് അപായപ്പെടുത്തിയാലോ? പേടിക്കണ്ടേ മോളെ? ഒരു വീട്ടിൽ കയറി 3 പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ ധൈര്യം കാണിച്ചവർക്ക് വഴിയിൽ നിന്നൊരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകാൻ ഒരു പ്രയാസവും ഇല്ല. അങ്ങനെയൊക്കെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ അമ്മേ? പേടിക്കേണ്ടതിനെ പേടിച്ചേ പറ്റൂ. ഇവിടുന്ന് പോണെന്നാണ് അമ്മ പറയുന്നത്. അതല്ലാതെ നമ്മൾ എന്തു ചെയ്യും മോളെ? നമ്മൾ ഇവിടുന്ന് പോയ അച്ചുവെച്ചി പിന്നെ ഒരിക്കലും കാണാൻ കഴിയാതെ വരും. നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം അമ്മ. എന്തെങ്കിലും ഒരിക്കൽ അച്ചുവെച്ചി ഈ വീട്ടിലേക്ക് വരും.